പ്രാർത്ഥനയുടെ 3 രീതി. 1-ാം മണിക്കൂറിൽ യേശു ആരെന്ന് ചോദിച്ചപ്പോൾ 2-ാം മണിക്കൂറിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ 3 രീതികൾ: 1 വാക്കുകൊണ്ട്, 2 ചിന്ത കൊണ്ട്, 3 ആത്മാവ് കൊണ്ട്. 3 വിധത്തിൽ പ്രാർത്ഥിക്കാം. 1 വാക്കുകൊണ്ട്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ധ്യാനത്തിന് പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ, നൊവേനയ്ക്ക് പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ, ആരാധനയ്ക്ക് പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ. ആവശ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പം പ്രാർത്ഥന തീർന്നു. പിന്നെ കറങ്ങുന്ന ഫാന്, കുരയ്ക്കുന്ന പട്ടി, കരയുന്ന കുട്ടി, നിരങ്ങുന്ന കസേര എല്ലാം നോക്കിക്കൊണ്ടിരിക്കും. ഏറ്റവും താഴ്ന്ന പ്രാർത്ഥനയാണ് ചോദിക്കുവിൻ ലഭിക്കും. പള്ളിയിൽ പോകുന്നത് ദൈവത്തിന് അറിയിപ്പ് കൊടുക്കാൻ. തമ്പുരാനെ +2 പരീക്ഷ ആരംഭിച്ചു, ഓർത്തോണം കേട്ടോ. വയറ്റിൽ മൂളലുണ്ട്, കുഴപ്പം വരുത്തില്ല കേട്ടോ. പെരവണിയുണ്ട്, പൂർത്തിയാക്കണം കേട്ടോ. അറിയിപ്പ് കൊടുക്കും. ഈ 1-ാം സ്റ്റേജിൽ ഞാൻ പറയുന്നു, ദൈവം കേൾക്കുന്നു. ദൈവം പറയുകയല്ല, ഞാൻ പറയുന്നു, ദൈവം കേൾക്കുന്നു. ഇതൊരു താഴ്ന്ന പ്രാർത്ഥനയാണ്. എങ്കിലും ഈ പ്രാർത്ഥനയും ദൈവം കേൾക്കും. ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ 18-ാം വയസ്സിൽ ഇരിട്ടി ടൗണിൽ വെച്ച് അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് 21 വയസ്സ് ആകുന്നെന്ന് 3 സമ്മാനങ്ങൾ നീ ഒരുമിച്ച് തരണം. ദൈവം ചോദിച്ചു, എന്തെല്ലാമാ നീ ആഗ്രഹിക്കുന്ന സമ്മാനങ്ങൾ? അവൻ പറഞ്ഞു, ഒരു മുഴുത്ത വണ്ടി തരണം, 2 കൈ നിറയെ പിടിക്കാൻ കാശ് തരണം, 3 ബോധം ഉള്ളപ്പോഴൊക്കെ മുട്ടിനിക്കാൻ കുറേ പെണ്ണുങ്ങളെ തരണം. 3 ആഗ്രഹങ്ങൾ. മുഴുത്ത വണ്ടി, കൈ നിറയെ കാശ്, മുട്ടിനിക്കാൻ പെണ്ണുങ്ങൾ. ദൈവം ഓർത്തു, മുറ്റു പ്രാർത്ഥന. എന്നാലും ദൈവം പ്രാർത്ഥന കേട്ടു. അവൻ 21-ാമത്തെ ജന്മദിനത്തിൽ ദൈവം അവനെ ഇരിട്ടി ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ ആക്കി മാറ്റി. മുഴുത്ത വണ്ടി, കൈ നിറയെ കാശ്, മുട്ടിനിക്കാൻ പെണ്ണുങ്ങൾ, ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥ. ഏറ്റവും താഴ്ന്നതാണ്, എങ്കിലും പ്രാർത്ഥന ദൈവം കേൾക്കും. ചോദിക്കുവിൻ ലഭിക്കും. 2 അന്വേഷിക്കുവിൻ കണ്ടെത്തും. കുർബാനയ്ക്ക് 5 മിനിറ്റ് മുമ്പ് പള്ളിയിൽ ചെന്ന് കുരിശെ നോക്കിയിരിക്കും, സക്രാരിയെ നോക്കിയിരിക്കും. എനിക്ക് പറയാനുള്ളത് കർത്താവിനോട് പറയും. എന്നിട്ട് ഏതാനും മിനിറ്റ് അവൻ പറയുന്നത് ഞാൻ കേൾക്കും. 1-ാമത്തേതിൽ എനിക്ക് കേൾക്കാൻ പറ്റിയല്ല, പറയാനേ ഉള്ളൂ. അല്പം വളരുമ്പോൾ ഞാനും പറയും, കർത്താവും പറയും. അങ്ങോട്ട് പറയും, അവൻ കേൾക്കും. ഇങ്ങോട്ട് പറയും, ഞാനും കേൾക്കും. ഇതാണ് ചിന്തയിലെ പ്രാർത്ഥന. 3 ആത്മാവിലെ പ്രാർത്ഥന. ഞാൻ ചുമ്മാ കുരിശയെ നോക്കിയിരിക്കും, ഞാൻ ചുമ്മാ സക്രാരിയെ നോക്കിയിരിക്കും. ഉറങ്ങുന്നതിന് മുമ്പ് ചുമ്മാ കൈ മടിയിൽ വെച്ച് കട്ടിലായിരിക്കും. എനിക്കൊന്നും പറയാനില്ല, കർത്താവ് പറയും, ഞാൻ കേൾക്കും. ഇതാണ് വളർച്ച. 1-ാം സ്റ്റേജിൽ ഞാൻ പറയും, കർത്താവ് കേൾക്കും. 3-ാം സ്റ്റേജിൽ കർത്താവ് പറയും, ഞാൻ കേൾക്കും. 1-ാമത്തെ സ്റ്റേജിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ പള്ളിയിൽ പോകും. 3-ാമത്തെ സ്റ്റേജിൽ പള്ളിയിൽ പോകുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറും. 1-ാമത്തെ സ്റ്റേജിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ ധ്യാനത്തിന് പോകും. 3-ാം സ്റ്റേജിൽ ധ്യാനത്തിന് പോകുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറും. 1-ാം സ്റ്റേജിൽ ആവശ്യങ്ങൾ പറയാൻ ആരാധനയ്ക്ക് പോകും. 3-ാമത്തെ സ്റ്റേജിൽ ആരാധനയ്ക്ക് പോകുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറും. എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ 2 കാലങ്ങൾ. 1 കുട്ടിക്കാലം. കുട്ടിക്കാലത്ത് പെരുന്നാളിന് അമ്മയുടെയും അപ്പൻ്റെയും കൈക്ക് പിടിച്ച് നിങ്ങൾ പള്ളിയിൽ പോകും. നിങ്ങൾ പറയും, അമ്മേ ഉൾനാട മേടിച്ചതാ, ഊത്തപ്പം മേടിച്ചതാ, ബലൂൺ മേടിച്ചതാ, വിസിലി മേടിച്ചതാ, ആപ്പിളിതാ, മുന്തിരിങ്ങതാ, ഓറഞ്ചതാ. അമ്മ അപ്പൻ മേടിച്ചു കൊടുക്കും. ആ കുട്ടി പഠിച്ചു വളർന്നു, ആദ്യത്തെ ജോലി കിട്ടി. ആദ്യ ശമ്പളം കിട്ടുമ്പോൾ ഓറഞ്ച് കൊടുത്ത, ആപ്പിൾ കൊടുത്ത, മുന്തിരിങ്ങ കൊടുത്ത അപ്പനോടും അമ്മയോടും ചോദിക്കും, നിങ്ങൾക്ക് ഞാൻ എന്നാ മേടിച്ച് തരണം? അപ്പം അമ്മയുടെ കണ്ണ് നിറയും, അപ്പൻ്റെ കണ്ണ് നിറയും. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ കുട്ടിക്കാലത്ത് വീടുതാ, വണ്ടിതാ, ഭാര്യതാ, പത്താനതാ, മക്കളതാ, ഓറഞ്ചതാ, ഉൾനാടതാ, ആപ്പിളതാ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയിൽ വളരുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കും, ദൈവമേ നിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ എന്നാ ചെയ്യണം? ഇതാണ് വളർച്ച. ഞാൻ പലപ്പോഴും ഓർക്കും, നമ്മുടെ കർത്താവിൻ്റെ കാര്യം ആരുടെ എല്ലാം പ്രാർത്ഥന കേട്ടാല
ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ കട്ടപ്പനക്കാരിൽ പ്രാർത്ഥിക്കും. കർത്താവെ, മഴ തരണേ, മഴ തരണേ, ഇടുക്കി ഡാമിൽ വെള്ളം തരണേ, പവർ കട്ട് വരുത്തരുത്, ഏലം കരിക്കരുത്, കപ്പ ഉണക്കരുത്, കാപ്പി തീർക്കരുത്. ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ കുട്ടനാട്ടുകാർ പ്രാർത്ഥിക്കും, മഴയരുത്, മഴയരുത്, വീട് വെള്ളത്തിൽ മുക്കരുത്. കപ്പ ഇടുന്നവൻ മഴ തരണേ, കപ്പ വാട്ടുന്നവൻ മഴയരുത്. എല്ലാവരെയും കർത്താവ് കേൾക്കണം. കാരണം കർത്താവ് 24 മണിക്കൂറും തുറന്നിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി പോലെയാണ്. അവന് കണ്ണടയ്ക്കാൻ പറ്റുകയില്ല. കാരണം ഹിന്ദുമതം ലോകത്ത് 8 രാജ്യങ്ങളിൽ, ഇസ്ലാം മതം 100ഓളം രാജ്യങ്ങളിൽ, ക്രിസ്ത്യാനിറ്റി അറിയപ്പെടുന്ന 224 ലോക രാജ്യങ്ങളിൽ 219ലും ക്രിസ്തുമതം, 219ലും ക്രിസ്തുമതം. ഇന്ന് രാത്രി 12-ന് നമ്മൾ ഉറങ്ങുമ്പോൾ നാളെ രാവിലെ 6 മണിയായി ന്യൂസിലൻഡിൽ കുർബാന ആരംഭിക്കും. വൈകിട്ട് 10:30 കിടക്കുമ്പോൾ ജർമ്മനിയിൽ വൈകിട്ട് 6 മണിയുടെ കുർബാന ആരംഭിക്കും. നമ്മൾ രാത്രി വൈകിട്ട് 7 മണിക്ക് നമ്മൾ വിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ അമേരിക്കയിൽ രാവിലെ 5:30 കുർബാന ആരംഭിക്കും. 24 മണിക്കൂറും ലോകം മുഴുവൻ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഉറങ്ങാൻ പറ്റുകയില്ല. എപ്പോഴും പ്രാർത്ഥന കേൾക്കുന്നവന്. ഒരു ചെറുപ്പക്കാരൻ കുടലിൽ അൾസർ, അപ്പനെയും കൂടി ആശുപത്രി ചെന്നു. ഡോക്ടർ പറഞ്ഞു അടിയന്തര ഓപ്പറേഷൻ, 3 മണിക്കൂർ എടുക്കും. അവൻ പറഞ്ഞു, അപ്പ, എൻ്റെ ഓപ്പറേഷൻ നടക്കുമ്പോൾ എനിക്ക് അപകടം വരാതിരിക്കാൻ, ബോധം തെളിയുമ്പോൾ മനക്കെട്ട് കിട്ടാൻ, ഡോക്ടർക്ക് ശക്തി കിട്ടാനും അപ്പൻ തിയേറ്ററിന് പുറത്ത് ചാരിവഞ്ചി കൈവിരിച്ച് എനിക്ക് വേണ്ടി കർണക്കൊന്ത ചെല്ലണം. ഓപ്പറേഷൻ ആരംഭിച്ച് അപ്പൻ കർണക്കൊന്ത ചെല്ലുക. അല്പം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ അപ്പനേക്കാൾ പ്രായമായ മറ്റൊരു ചേട്ടൻ അപ്പുറത്തിരുന്ന് കൊന്ത ചെല്ലുന്നു. ഇയാളോട് ചോദിച്ചു, എന്തിനാ കൊന്ത ചെല്ലുന്നത്? ഇയാൾ പറഞ്ഞു, എൻ്റെ മോൻ്റെ ഓപ്പറേഷന് അപകടം വരാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അതിന് കൊന്ത ചെല്ലുക. ഇയാൾ പറഞ്ഞു, എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ താനെന്തിനാ പ്രാർത്ഥിക്കുന്നു? അയാൾ പറഞ്ഞു, എൻ്റെ മോന ഡോക്ടർ, അവൻ്റെ ആദ്യത്തെ ഓപ്പറേഷനാണ്, കൈവരയ്ക്കാതിരിക്കാൻ അവന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കേൾക്കണം, ഡോക്ടറെയും കേൾക്കണം, രോഗിയെയും കേൾക്കണം. എന്നെ ആൾക്കാർ 4 കൂട്ടം കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പിടിച്ചു വലിച്ചുകൊണ്ട് പോകും. 1, പെരയ്ക്ക് കല്ലിടാൻ. ഞാൻ കല്ലിട്ടാൽ 6 മാസത്തിനുള്ളിൽ പെരപണി പൂർത്തിയാകുമെന്ന് ഏതോ ഒരു ചേട്ടൻ ആരോടോ പറഞ്ഞു. അത് യൂദയ സമറിയ മൊത്തം പടർന്നു. നിർബന്ധം കൊണ്ട് ഒരു ദിവസം 7 പെരയ്ക്ക് വരെ ഞാൻ കല്ലിട്ടിട്ടുണ്ട്. പോകാൻ പറ്റിയല്ല. ആൾക്കാർ കാരേക്കല്ല് കൊണ്ടുവരും, ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു വിടും. 2, വിൽക്കാത്ത സ്ഥലം. മണ്ണ് കൊണ്ടുവരുമ്പം ഉപ്പ്, മണ്ണ്, വെള്ളം അത് ഓതി കൊടുക്കും. അതിടുമ്പോൾ ഒത്തിരി താമസിയാതെ സ്ഥലക്കച്ചവടം നടക്കും, ആൾക്കാർ പറയും. 3, കല്യാണം കഴിഞ്ഞിട്ട് നാളുകളായ ദമ്പതിമാർ മക്കളില്ലാതിരിക്കുന്നു. ധ്യാനം കൂടി, ആരാധന കൂടി, കഴിവ് പ്രാർത്ഥന കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ ജനിക്കുന്നു. ഞാൻ തന്നെ ഈ പ്രാർത്ഥന മറന്നിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ ഓർമ്മിപ്പിച്ച് 18ഓളം കുഞ്ഞുങ്ങളെ ഞാൻ തന്നെ മുക്കിയിട്ടുണ്ട്. അവർ പറയും, അച്ഛൻ മറന്നുപോയോ? അച്ഛൻ്റെ ധ്യാനത്തിൽ കർത്താവ് എന്നതാണ്, അച്ഛൻ്റെ കൊച്ച ഒന്ന് മുക്കിയിട്ട് പോകണം, ആൾക്കാർ പറയും. അങ്ങനെ കുഞ്ഞുങ്ങൾ ലഭിക്കും. 4ാമത് ഒരു പ്രാർത്ഥന. ഇടയ്ക്ക് ഞാൻ നിർത്തും, ഇടയ്ക്ക് തുടരും. പ്രായമുള്ള കാരണവന്മാർ മരിക്കാൻ കിടക്കുന്നു. ഞാനൊന്ന് പ്രാർത്ഥിച്ചാൽ ഒന്നെങ്കിൽ കുഴി പോവും, അല്ലെ പൊങ്ങിപ്പോരും. പോന്നാൽ പിന്നെ അടുത്ത കാലത്ത് തിരിച്ചു പോവുകയല്ല. ഞാൻ പ്രാർത്ഥിച്ച് 20ഓളം അങ്കിളുമാരും ആൻറ്റിമാരും മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്ക് എനിക്ക് ടെൻഷൻ. ഞാൻ മരിച്ചു ചെല്ലുമ്പോൾ ഈ കക്ഷികൾ എൻ്റെ കാലെ പിടിച്ച് വലിച്ചാലോ എനിക്കൊരു ചിന്ത. എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൻ പുറത്ത് തൊലിവിട്ട് കിടക്കുക 2 വർഷമായി. ഭാര്യ ശുശ്രൂഷിച്ച് മടുത്തു. എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, ജോസഫ് അച്ഛൻ വീട്ടിൽ വന്ന് അപ്പന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവും. ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നു. അപ്പൻ മരിക്കാറായെന്നറിയാം, നെഞ്ചു കൂട്ടി വലിക്കുന്നു. അമ്മയ്ക്ക് പ്രത്യേക ക്ഷീണമൊന്നുമില്ല, നത്തുപോലെ കുത്തിയിരിക്കും. ഇടയ്ക്ക് ചൊറിഞ്ഞ വർത്താനം വരാൻ വേണ്ടി വാ വിളിക്കും. ഇവൻ്റെ ഭാര്യ അമ്മയെക്കൊണ്ടും മടുത്തിരിക്കുക. പ്രാർത്ഥന കഴിഞ്ഞ് പോരുമ്പോൾ ഞാൻ പറഞ്ഞു, കൂടിയാൽ 2 ആഴ്ച നീ വീട്ടിൽ നിന്ന് പോയേക്കില്ല, ഇവിടെ തന്നെ വേണം.
അമ്മ വെച്ചാൽ ഇവിടെ തന്നെ കണ്ടേക്കാം. ഞാൻ ചായ കുടിച്ചിട്ട് കാറെ കയറി പോരുമ്പോൾ ഇവൻ്റെ ഭാര്യ അടുത്ത് വന്ന് എൻ്റെ കയറെ പിടിച്ചു ഒറ്റ വലി. എന്നാടിന്ന് ചോദിച്ചു. അച്ഛന് പറ്റുമെങ്കിൽ മറ്റേ കൈ അമ്മയുടെ തലയിൽ കൂടെ ഒന്ന് വെച്ചിട്ട് പോക്കോളാവോ, കാരണം മടുത്തു. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്.